പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഏപ്രിൽ മാസം 10-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 11-ാം വാക്യം. എസെക്കിയേൽ ചാപ്റ്റർ 34 വേഴ്സ് 11 നാം ഇപ്രകാരം വായിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടെത്തും. തൻ്റെ സ്വന്തം ജനമായ ഇസ്രയേൽ ജനതയെ ആടുകളോട് ഉപമിച്ചുകൊണ്ട് പ്രവാചകനായ യെഹെസ്കേൽ കൂടി തന്റെ ജനത്തെ പരിപാലിക്കുവാൻ ഏൽപ്പിച്ച പ്രവാചകന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരെ ഇടയന്മാരോട് ഉപമിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു സന്ദേശവും താക്കീതും തീരുമാനവും നൽകുന്ന ഒരു അധ്യായമാണ് യെഹെസ്കേൽ 34-ാം അധ്യായം. 34-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ഇടയന്മാരോടുള്ള പ്രവചനം എന്നാണ് ആരംഭിക്കുന്നത്. അവരെ തന്റെ ആടുകളെ ഏൽപ്പിച്ചു. എന്നാൽ ആടുകളെ വേണ്ടവണ്ണം പരിപാലിക്കുകയോ നോക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ കൂട്ടത്തിലെ കൊഴുത്തതും മേധസ്സുള്ളതും മുന്തിയതും നല്ലതുമായ ആടുകളെ പിടിച്ച് തങ്ങളുടെ ഇഷ്ടപ്രകാരം ഭോജനം ചെയ്യുവാൻ ഇടയായി. നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് മലകളിലും കുന്നുകളിലും താഴ്വാരങ്ങളിലും ഉഴന്നു നടന്നു. കാട്ടു ജന്തുക്കൾക്ക് ഇരയായിത്തീർന്നു. അതെ, തന്റെ ആടുകളെ നോക്കുവാനില്ലാത്തതിനാൽ, ഇടയന്മാർ വേണ്ടവണ്ണം അവരുടെ ഉത്തരവാദിത്വം ചെയ്യാഞ്ഞതിനാൽ ആടുകൾ ചിതറിപ്പോയി. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അഥവാ ഉടയവനായ സൃഷ്ടിതാവായ ദൈവം ഒരു തീരുമാനം പറയുകയാണ്, ഞാൻ ഇടയന്മാരെ മാറ്റും. ഇനിയും അവരെ ആവശ്യമില്ല. അവരാണ് എൻ്റെ ആടുകളെ ചിതറിച്ച് ഈ നിലയിൽ തകർത്ത് കളഞ്ഞത്. അങ്ങനെ ഇടയന്മാരെ മാറ്റി ചിതറിപ്പോയ, നഷ്ടപ്പെട്ടു പോയ എന്റെ ജനമായ ഇസ്രയേൽ എന്ന ആടിനെ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തും. അതാണ് ഇന്നത്തെ വാഗ്ദത്ത വാക്യമായ 11-ാം വാക്യം. ദൈവമക്കളെ, കഴിഞ്ഞകാല ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, വേണ്ട ഗൈഡ് ലൈൻ നൽകിയത്, ലഭിക്കപ്പെട്ടത്, അല്ലെങ്കിൽ വേണ്ടവണ്ണം ലഭിക്കാതെ പോയത്, ലഭിക്കപ്പെട്ടത് പാലിക്കാതെ പോയത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഉടയവനായ ദൈവത്തിൽ നിന്നും അകന്ന് അന്യപ്പെട്ട് ഉഴന്നു നടക്കുന്ന അനുഭവം നമ്മിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. തന്മൂലം സാത്താൻ എന്ന കാട്ടു ജന്തുക്കൾ നമ്മെ പീഡിപ്പിച്ചു, വേദനിപ്പിച്ചു, തകർത്തു, പിച്ചു ചീന്തി. നാം പലയിടങ്ങളിലായി ചിതറിപ്പോയി. നമ്മുടെ വിശ്വാസങ്ങൾ മാറിപ്പോയി. വേദനകൾ വന്നപ്പോൾ ആശ്വസിപ്പിക്കുവാൻ, വേണ്ട ശുശ്രൂഷ നൽകുവാൻ തക്കതായ ഇടയന്മാർ അവരുടെ ശുശ്രൂഷ ചെയ്യാഞ്ഞതിനാൽ വേദനിക്കപ്പെട്ടു,
പിന്തിരിഞ്ഞു പോയി. വിശ്വാസ ജീവിതത്തിൽ നിന്ന് തന്നെ അന്യപ്പെട്ടു പോയി. ഈ നിലകളിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും അവസ്ഥകളിൽ ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും അന്യപ്പെട്ടോ അകന്നോ പിന്മാറിയോ ആരെങ്കിലും ഈ പ്രഭാതത്തിൽ വാഗ്ദത്ത വചനം കേൾക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യെഹെസ്കേൽ പ്രവാചകനിൽ കൂടെ നമ്മളോട് പറയുന്നു, എന്റെ ആടുകളെ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തും. അതെ, നമ്മെ നോക്കുവാൻ ആരുമില്ല, കരുതുവാൻ ആരുമില്ല, നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ആരുമില്ല. എല്ലാവരും അവരവരുടെ തിരക്കുകളിലും സ്വാർത്ഥരുമായി മാറിപ്പോയി. സഭയുടെ ശുശ്രൂഷകർക്ക് കഴിഞ്ഞ നാളുകളിലെ ആത്മവേദന ഇന്നില്ല. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം ഇന്നില്ല. ഇന്ന് സഭകളിൽ കെട്ടിടങ്ങൾ പണിയുവാനും, ഇന്ന് ബിസിനസ് സംരംഭങ്ങളായ സ്കൂളുകൾ, മറ്റ് സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുവാനും വ്യഗ്രതയോടെ ഓടുന്നു. സഭയിലെ കൂട്ടായ്മയിലെ ജനങ്ങളുടെ അവസ്ഥ തിരക്കി അറിഞ്ഞ് അവർക്ക് വേണ്ട ഇടയ പരിപാലനം നൽകുവാൻ ഇന്ന് ഇടയന്മാർ പരാജയപ്പെടുന്നതിനാൽ യെഹെസ്കേൽ പ്രവാചകൻ 34-ാം അധ്യായത്തിൽ കൂടെ വളരെ ശക്തമായ ദൂത് നൽകുന്നു. എന്റെ ഇടയന്മാർ അവരുടെ ശുശ്രൂഷകൾ ചെയ്യാഞ്ഞതിനാൽ എന്റെ ആടുകൾ പർവ്വതങ്ങൾ, കുന്നുകളിൽ, താഴ്വാരങ്ങളിൽ ഉഴന്ന് കാട്ടു ജന്തുക്കൾക്ക് ഇരയായി വേദനയിലായിരിക്കുന്നു. ഈ നിലകളിൽ വേദനയിലോ നിരാശയിലോ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? എന്റെ വിഷയം ക്ഷമയോടെ ഒന്ന് കേൾക്കാൻ കഴിഞ്ഞ നാളുകളായി എന്റെ മകൻ കടന്നു പോകുന്നത്, മകൾ കടന്നു പോകുന്നത്, എന്റെ കുടുംബം കടന്നു പോകുന്ന അവസ്ഥ ക്ഷമയോടെ കേൾക്കുവാനും അത് വളരെ ഹോണസ്റ്റായി, സിൻസിയറായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനും ഇന്ന് ആരുണ്ട് പ്രിയമുള്ളവരെ? ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ സഭാ ശുശ്രൂഷകർക്ക് ഇന്ന് സമയമില്ല. അവരവരുടെ സ്ഥാനമാനങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിനും പുതിയത് വെട്ടിപ്പിടിക്കുന്നതിനും ഓട്ടപ്രദക്ഷിണത്തിലാണ്. സഭാജനങ്ങളെ നോക്കുന്നത് ഇന്ന് അവരുടെ ഉത്തരവാദിത്തം അല്ലാതെയായി. ആത്മഭാരം എന്നേ നശിച്ചുപോയി. അങ്ങനെയുള്ളവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ശക്തമായ താക്കീതോടുകൂടിയുള്ള ദൂത് നൽകുന്നു. ഞാൻ ഇടയന്മാരെ മാറ്റും, അവരെ ഒഴിവാക്കും, എന്റെ ആടുകളെ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തും. ഇന്ന് ഈ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മാന്യ ശ്രോതാക്കൾ, എന്റെ പ്രിയ മാതാപിതാക്കൾ, എന്നെ കേൾക്കുവാൻ ആരുമില്ല, എന്നെ അറിയുവാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല, എന്റെ കൂടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ഒരാശ്വാസ വചനം പറയുവാൻ ആരുമില്ല. ഞാൻ ഏകനാണ്, ഏകയാണ്. എന്നാൽ കൂട്ടമുണ്ട്, കൂട്ടായ്മയുണ്ട്, സഭയുണ്ട്, കൊയറുണ്ട്, സൺഡേ സ്കൂളുണ്ട്, എല്ലാ സംഘടനകളുമുണ്ട്, എല്ലാത്തിനും എല്ലാമുണ്ട്. എന്നാൽ ആത്യന്തികമായി ഞാൻ ഏകനാണ്, ഏകയാണ്. കാരണം ഇടയപരിപാലനം നിർഭാഗ്യവശാൽ പരാജയപ്പെട്ട ഒരു ക്രൈസ്തവ ലോകത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുന്നു. എന്നാൽ അങ്ങനെ വേദനയിലായിരിക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, യഥാർത്ഥ ഇടയനാകുന്ന, നല്ല ഇടയനാകുന്ന യേശു എന്നെയും നിങ്ങളെയും അന്വേഷിച്ച് കണ്ടെത്തി ബാക്കി 99 വിട്ടിട്ട് നഷ്ടപ്പെട്ട, കുഴിയിൽ വീണ, മുള്ളിനിടയിൽ വീണ, മുറിവേറ്റ, നടക്കുവാൻ ത്രാണിയില്ലാത്ത, എന്നേക്കുമായി ഒഴിവാക്കപ്പെട്ടു എന്ന് വിധിയെഴുതിയ ആ ഒരാടിനു വേണ്ടി തേടി വരുന്ന ഒരു നല്ല ഇടയൻ ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, നിങ്ങളെ തേടി ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞ യേശു
ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ വേദന ഏറ്റെടുക്കുവാൻ നിങ്ങളെ അന്വേഷിച്ച് വരികയാണ്. അതെ, യേശു തന്നെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഓരോ അവസ്ഥയിലായിരിക്കുന്നവരോടും ചോദിച്ചു, മകനെ, മകളെ, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ഈ പ്രഭാതത്തിൽ കർത്താവ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നിന്നെ തിരക്കുവാൻ, അന്വേഷിക്കുവാൻ, നിന്റെ വേദനയിൽ, നിന്റെ ഭാരത്തിൽ കൂടെ ഇരിക്കുവാൻ ആരുമില്ല. ഞാൻ നിന്നെ അന്വേഷിച്ച് കണ്ടെത്തി നിന്നോട് ചോദിക്കുന്നു, മകനെ, മകളെ, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ആ കർത്താവിനോട് ഈ പ്രഭാതത്തിൽ ഈ വാഗ്ദത്ത വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ഹൃദയം തുറന്ന് ഏറ്റു പറയുക. ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി പറഞ്ഞതുകൊണ്ടും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞിയോടുമല്ല, എന്നെയും നമ്മെയും സർവലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഉടയവനായ ദൈവത്തോട് ഈ പ്രഭാതത്തിൽ നമ്മുടെ അവസ്ഥകളും സാഹചര്യങ്ങളും തുറന്നു പറഞ്ഞ് പ്രാർത്ഥനയോടെ അടുത്തു വരാം. നിത്യമായ ശാശ്വതമായ പരിഹാരം തമ്പുരാൻ എനിക്ക് നിങ്ങൾക്ക് നൽകി ഇന്നത്തെ ദിനം അനുഗ്രഹത്തോടെ കരം പിടിച്ചു നടത്തും. അതിന് ദൈവകരങ്ങളിൽ പരിപൂർണമായി സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ 10-ാം ദിനം കാണുവാനുള്ള ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയതിനായി സ്തോത്രം. വേദനയിലും നിരാശയിലും സങ്കടത്തിലും വിഷമത്തിലുമായിരുന്നപ്പോൾ ഞങ്ങളുടെ ഇടയന്മാർ, ഞങ്ങളുടെ ഉപദേഷ്ടക്കന്മാർ, ഞങ്ങളുടെ മൂപ്പന്മാർ ഞങ്ങളെ തിരക്കാതെയും ഞങ്ങളെ അന്വേഷിക്കാതെയും ഞങ്ങളെ സമാധാനിപ്പിക്കാതെയും പോയപ്പോൾ ഞങ്ങൾ വേദനയിലും നിരാശയിലും പലപ്പോഴും കാട്ടു ജന്തുക്കൾക്ക് ഇരയായും മാറേണ്ട അവസ്ഥ വന്നു. എന്നാൽ അവിടുന്ന് ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ദൈവമാണ്. ഞങ്ങളുടെ വേദന അറിഞ്ഞ് ഞങ്ങളോട് ചോദിച്ച് ഞങ്ങൾക്ക് വേണ്ട വിടുതലും ആശ്വാസവും നൽകുന്ന ദൈവമാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം ഞങ്ങളെ ഉറപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു പടിയും കൂടെ അങ്ങയോട് ചേർന്ന് നിൽപ്പാൻ അവിടുന്ന് അവസരം ഒരുക്കുന്നതിനായി സ്തോത്രം. ഈ നിന്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയെ അവിടുന്ന് കൈക്കൊള്ളണമേ. പുത്തൻ കൃപകളാൽ നിറച്ച് സ്വർഗീയ നന്മകൾ കൊണ്ട് പൊതിഞ്ഞ് ഇന്നത്തെ ദിനം എല്ലാ അനുഗ്രഹങ്ങളാലും നിറച്ച് ഏവരെയും വഴി നടത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ ഭാരങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടാവുകയില്ല. നമ്മളെ ശുശ്രൂഷിക്കുവാനായി, നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനായി നിയോഗിക്കപ്പെട്ട ഇടയന്മാരുൾപ്പെടെ ആരും ഉണ്ടാവുകയില്ല. എന്നാൽ ആരുമില്ലെങ്കിലും എന്നെയും നിങ്ങളെയും തേടി വന്ന് അന്വേഷിച്ച് കണ്ടെത്തി ആശ്വസിപ്പിക്കുന്ന, തോളിലേറ്റുന്ന നല്ല ഇടയനാകുന്ന യേശു ഇന്ന് പകൽ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വാഗ്ദത്ത വചനത്താൽ നമ്മെ മാനിച്ച് കൃപയാൽ വഴി നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.